ഇതുവരെ ജയിലിൽ കിടന്ന ഒരു മത്സരാർത്ഥിക്കും കിട്ടിയിട്ടില്ലാത്ത പോലത്തെ പ്രിവിലേജസ് ആണ് ഇന്നലെ ജാസ്മിന് ജയിലിന്റെ അകത്ത് ലഭിച്ചത്. ലൈവ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അറിയാം, പുറത്തെ സാധനങ്ങൾ ഈസി ആയിട്ട് ജാസ്മിന് ജയിലിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു. പുറത്തെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ഗബ്രിയുടെ ഹഗ് കിട്ടുന്നുണ്ട്, കിസ് കിട്ടുന്നുണ്ട്. ആകെ ഗബ്രി അകത്ത് ഇല്ല എന്ന് മാത്രം, ബാക്കി എല്ലാ സുഖ സൗകര്യങ്ങളും ജാസ്മിന് കിട്ടുന്നുണ്ട്. ഇതാണോ ഒരു ജയിൽ ശിക്ഷ? ബിഗ് ബോസ് വീടിനകത്ത് നിയമങ്ങൾ പോലെ തന്നെ ബിഗ് ബോസ് ജയിലിനും അതിന്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. പുറത്തുള്ള ലക്ഷറി ഫുഡൊന്നും ജയിലിനകത്ത് കിടക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് കഴിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് പുറത്തെ ഫുഡ് കഴിക്കുന്ന ജാസ്മിനെയാണ്. പുറത്തെ ഡിന്നറിനുണ്ടാക്കിയ പനീർ ഒരു ബൗളിലാക്കി ജാസ്മിന് കൊണ്ടുപോയി കൊടുക്കുന്ന റസ്മിനെ നമുക്ക് കാണാം. ഇത് അവര് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നൈറ്റ് കുറേയും കൂടെ വൈകിയ ശേഷം ലൈവില് കാണാൻ പറ്റിയതാണ്, റസ്മിൻ ഒരു ബൗളില് ഐസ്ക്രീം കൊണ്ടുവന്ന് ജാസ്മിന് കൊടുക്കുന്നു. ജാസ്മിനും അത് കഴിക്കുന്നുണ്ട്, നോറയും കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്സരയോട് ജാസ്മിൻ ആവശ്യപ്പെടുന്നു തനിക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൊണ്ടുതരാനായിട്ട്. ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അപ്സരയും ജയിലിനകത്താണ് ഇതുപോലെ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുതരാൻ പറ്റില്ല എന്ന് പോലും പറയുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്സര. എന്നിട്ട് ഈ സംസാരം ഒന്നും ജാസ്മിന്റെ അടുത്ത് അപ്സര സംസാരിക്കുന്നില്ല. ജാസ്മിൻ ചോദിച്ച ഉടനെ തന്നെ അപ്സരയും സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സുഖവാസത്തിനാണ് ജയിലിൽ പോയതെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ, പുറത്ത് തന്നെ കിടന്നാ പോരെ. ഏതായാലും ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ റൂമിലായിരിക്കും കിടക്കുന്നത്. അത്രേ ഉള്ളായിരുന്നു ഇന്നലെ ജാസ്മിന്റെ ജയിൽവാസം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.